നമസ്കാരം. 10 വർഷത്തിനകം AI സർവാധിപത്യം നേടും. ലോകത്ത് എല്ലാ മേഖലയിലുമുള്ള AI സാധ്യത വലിയ രീതിയിലാകും. ലോകത്തെ ഒന്നാകെ അത് മാറ്റിമറിക്കും. അതിനി അധിക കാലമില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും AI സാധ്യതകളുടെ കുതിപ്പ് ഉണ്ടാകും. ഇപ്പോഴിതാ ഭാവിയെ അഭിമുഖീകരിക്കാൻ നമ്മൾ സജ്ജരാകണമെന്ന് ഇസ്രോ മേധാവി S. സോമനാഥ് പറഞ്ഞിരിക്കുകയാണ്. എല്ലാ മേഖലകളെയും നിയന്ത്രിക്കാനാകുന്ന രീതിയിൽ AI സാങ്കേതികവിദ്യ ഭാവിയിൽ വികസിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്ത 5 മുതൽ 10 വർഷത്തിനുള്ളിൽ എല്ലാ മേഖലകളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറ്റിമറിക്കും എന്നതും ഇത് ലോകത്ത് വലിയ മാറ്റം ഉണ്ടാക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. യുവാക്കളുടെ തൊഴിൽ സാഹചര്യങ്ങളെ വരെ നിയന്ത്രിക്കുക സാങ്കേതിക വിദ്യയാകുമെന്ന അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്കനുസരിച്ച് ബഹിരാകാശ പ്രതിരോധ മേഖലകളിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കേണ്ടത് അനിവാര്യമാണ് എന്നും S. സോമനാഥ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ AI മെഷീൻ ലേണിംഗ് ഭാവിയിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന തരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞൊരു 4 വർഷത്തിനുള്ളിൽ ബഹിരാകാശ പ്രതിരോധ മേഖലയിൽ 200-ലധികം സ്റ്റാർട്ടപ്പുകളാണ് തുടങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം മാറുന്ന ലോകത്തിന്റെ സൂചനകൾ തന്നെയാണ്. ഭാവിയിലേക്ക് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതും എടുത്തു പറയണം. ശരിക്കും പറഞ്ഞാൽ ഭാവിയിലേക്ക് നീങ്ങുന്നതനുസരിച്ച് പുതിയ നൈപുണ്യ വികസനങ്ങൾ ഉണ്ടാക്കണം. രാജ്യത്ത് വികസിപ്പിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകളാണ് സമ്പദ് വ്യവസ്ഥയെ പടുത്തുയർത്തുന്ന പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പുരോഗതിക്കായുള്ള ഏറ്റവും നല്ല ഉപാധിയായി സാങ്കേതിക വിദ്യയെ കണക്കാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. സുരക്ഷിതമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ പിന്തുണയുള്ള നോൺ ബൈൻഡിംഗ് റെസൊല്യൂഷൻ വലിയ ശ്രദ്ധ ഈ അടുത്ത് നേടിയിരുന്നു. ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത്. യുവാക്കൾക്ക് ഈ രംഗത്ത് വമ്പൻ സാധ്യതകളാണ് ഉണ്ടാകാനായി പോകുന്നത്. സെമി കണ്ടക്ടർ മിഷൻ, അതുപോലെ നാഷണൽ ക്വാണ്ടം മിഷൻ തുടങ്ങി യുവാക്കൾക്കായി പുതിയ സാധ്യതകളുടെ ലോകത്തേക്കുള്ളൊരു വാതിലാണ് കേന്ദ്ര സർക്കാർ തുറന്നിടുന്നത്. പുതിയ കണ്ടെത്തലുകൾക്കും അതുപോലെ തന്നെ പുതിയ പരീക്ഷണങ്ങൾക്കുമൊക്കെ ഇന്ത്യ വലിയ മുൻകൈയാണ് എടുക്കുന്നത്. AIയുടെ പുതിയ സാധ്യതകൾ ഇന്ത്യയിലെ യുവാക്കൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കാനാണ് നമ്മുടെ ശ്രമം. AIയുടെ സാധ്യതകൾ ഓരോ ദിവസവും വിപുലീകരിക്കുകയാണല്ലേ. അതായത് ഇന്റർനാഷണൽ സ്റ്റാർട്ടപ്പുകളിൽ ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നൽകി വരുന്നത്. എല്ലാ രംഗത്തും AIയുടെ കടന്നുവരവ് വലിയ രീതിയിലാണ്. ആരോഗ്യരംഗത്തും പ്രതിരോധ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മറ്റ് മേഖലകളിലുമൊക്കെ AIയുടെ അനന്തമായ സാധ്യതകളാണ് തുറന്നിട്ടിട്ടുള്ളത്. AI സാങ്കേതിക വിദ്യയിൽ ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഇന്ത്യ എപ്പോഴും ചെയ്യുന്നത്. AIയിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ അങ്ങനെയാണ്. അതുതന്നെയാണ് നമ്മുടെ പുരോഗതിക്കും കാരണം. ഇന്ത്യയെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ സ്റ്റാർട്ടപ്പുകൾക്കും AI സാധ്യതകൾക്കുമൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. പല രാജ്യങ്ങളും ഇതിനോടകം തന്നെ AI സാധ്യതകൾക്കായി കോടിക്കണക്കിന് രൂപയാണ് ചിലവാക്കിയിട്ടുള്ളത്. ഈ നിർമ്മിത ബുദ്ധിയിൽ വലിയ പ്രതീക്ഷയും ശ്രദ്ധയുമാണ് രാജ്യങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയും ആ ഒരു പാതയിൽ തന്നെയാണ്. ലോകത്തിന്റെ പുത്തൻ മാറ്റങ്ങൾക്കനുസൃതമായി ഇന്ത്യയും മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. AI മിഷൻ എന്ന പദ്ധതി ഇന്ത്യ മുന്നോട്ട് വെച്ചത് വെറുതെയല്ല. പുതിയ പദ്ധതിക്കായി 5 വർഷത്തേക്ക് 10,371.92 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. നിർണായക മേഖലകളിലെ AI ആപ്ലിക്കേഷനുകളെ പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ തന്നെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലുള്ള പരിഷ്കാരങ്ങളും ലക്ഷ്യം വെക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലകളിലും AIയുടെ ഭാവി സുരക്ഷിതമാക്കുവാനും ലക്ഷ്യമിടുന്നുണ്ട്. അതായത് ബിരുദാനന്തര PhD കോഴ്സുകളും അടിസ്ഥാന കോഴ്സുകളും AI ലാബുകളും എല്ലാം തന്നെ വിപുലപ്പെടുത്തുക എന്ന ലക്ഷ്യം പരിഗണിക്കുന്നുണ്ട്. AIയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ രാജ്യത്ത് തകൃതിയായി പുരോഗമിക്കുകയാണ്. അപ്പോൾ S. സോമനാഥ് പറയുന്നതിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഭാവിയിലേക്ക് നമ്മൾ ഒരുപാട് കരുതിയിരിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. AI സാങ്കേതിക വിദ്യ ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാ മേഖലകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയും അക്കാര്യത്തിൽ ഒട്ടും പിന്നിലാകാൻ പാടില്ല. പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. AIക്ക് പിന്നിൽ കുറച്ചേറെ ദോഷവശങ്ങളുണ്ട് എന്നുള്ളത്. അതിനെ ചുറ്റിപ്പറ്റി വലിയ വിമർശനങ്ങളും ഉണ്ട്. ലോകയന്ത്രങ്ങൾ കീഴടക്കും അല്ലെങ്കിൽ മനുഷ്യന്റെ കഴിവുകൾ ഇകഴ്ത്തപ്പെടും എന്ന തരത്തിലൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ശ്രമിക്കുന്നത് AIയുടെ ഗുണം, അതായത് മറ്റൊരു തരത്തിലും ദോഷകരമാകാത്ത രീതിയിൽ AIയെ ഉപയോഗിക്കുക എന്ന ഒരു പാതയിലാണ് ഇന്ത്യ ഇപ്പോഴുള്ളത്. AIയുടെ ദോഷവശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും ഇന്ത്യ നടത്തുക. പക്ഷേ ലോകത്തിനൊപ്പം തന്നെ ഇന്ത്യ സഞ്ചരിക്കുക തന്നെ ചെയ്യും. വലിയ പരിഷ്കാരങ്ങൾക്കും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഇന്ത്യയുടെ ഓരോ ചുവടും. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.